Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ നമുക്ക് SBIയുടെ BPCL കാർഡ് അപ്രൂവ് ആയ നമ്മൾ വീഡിയോ കാരണം കിട്ടുന്നുണ്ടായിരുന്നു. അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആക്ച്വലി രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ സംഭവം നമ്മുടെ ഡെലിവേർഡ് ആയിട്ടാണ് കാർഡ് നമുക്ക് ഇന്ന് കിട്ടി. കാർഡ് ബ്ലൂ ഡാർട്ട് വഴിയായിരുന്നു നമുക്ക് കൊറിയർ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ റീസെൻ്റ്ലി നമുക്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആകുമ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് പറയും നമുക്ക് ബ്ലൂ ഡാർട്ട് ത്രൂ അയച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ പോസ്റ്റ് അയച്ചാൽ മതി എന്ന് വെച്ചാൽ ഡെലിവറി അതുപോലെ തന്നെ ഈ 𝐸COM എക്സ്പ്രസ് അങ്ങനെ സാധനമൊന്നും അയക്കേണ്ട ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് പണ്ട് നമ്മുടെ എന്താ പറയുക ഈ RBL കാർഡ് എടുക്കുന്ന സമയത്ത് ഈ ഡെലിവറി കുറെ അയച്ചിട്ട് ഈ സാധനം അവർ ഡെലിവറി പോലും ചെയ്യാണ്ട് തിരിച്ചയച്ചു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. തല്ലിപ്പൊളി കൊറിയർ സർവീസുകളാണ് ഈ ഡെലിവറിയും 𝐸COM സർവീസുകളൊക്കെ എന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും അതാണ് ഒരു അയച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ അതിന് ചാർജ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അതിനായിരിക്കും. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ നോർമലി എല്ലാ ബാങ്കും സമ്മതിക്കും. അപ്പോൾ ഞാൻ എല്ലാം ബ്ലൂ ഡാർട്ട് വഴിയാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ എൻ്റെ ഒരു 99% എല്ലാ കാർഡുകളും വരുന്നത് ബ്ലൂ ഡാർട്ട് വഴിയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം എനിക്ക് പോയിക്കുന്നത് 3 ദിവസമൊക്കെയാണ്. അതിന് മുമ്പേ നമുക്ക് 2 ദിവസം കിട്ടാം. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് 2 ദിവസം കൊണ്ട് സാധനം കിട്ടി. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ചെറുതായിട്ട് ഓപ്പൺ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മറിഞ്ഞു കിടക്കുന്നത് കാണാം. ഞാൻ എൻ്റെ ഉള്ളിലത്തെ ഇതെടുത്ത് നമ്മുടെ അഡ്രസ്സ് അതിലൊക്കെ മാർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ SBIയുടെ BPCL കാർഡ്. ഇത് ഒക്ടേൻ കാർഡല്ല. ഒക്ടേൻ കാർഡ് നമ്മൾ മുമ്പ് പണ്ട് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നോർമൽ നമ്മുടെ BPCL കാർഡാണ്. 499 BPCL കാർഡാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. ഞാൻ എന്തായാലും ഇത് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ സീൽ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ സീൽ കാര്യങ്ങളും മാത്രം പൊട്ടിച്ചാലുള്ളൂ. അപ്പോൾ എന്നാലും പൊട്ടിച്ചാൽ തന്നെ നമുക്ക് ഇവിടെ ഇത് തുറക്കണമെങ്കിൽ നല്ല ഗമ്മുണ്ട് നമ്മെ. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് 2 ലെവൽ കാർഡാണ്. അപ്പോൾ നോർമൽ നമ്മുടെ ഇതിൽ വരുന്ന ഒരു പാക്കേജിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ കാണാറാണെങ്കിൽ എൻ്റെ ഓൾമോസ്റ്റ് ഒരു 40 ക്രെഡിറ്റ് കാർഡ്സുകൾ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ SBIയിൽ തന്നെ ഞാൻ ഓൾറെഡി 2 ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് SBIയുടെ ക്യാഷ് ബാക്ക് കാർഡും അതുപോലെ തന്നെ നമ്മുടെ SBIയുടെ സിംപിൾ ക്ലിക്ക് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഓഫർ വൈസ് കിട്ടിയതാണ്. അതായത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കാർഡ് കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും SBIയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ മൾട്ടിപ്പിൾ കാർഡ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കതിൽ ഷെയർ ലിമിറ്റ് അല്ല കിട്ടുക, സെപ്പറേറ്റ് ലിമിറ്റാണ് കിട്ടുക. അതായത് നമുക്ക് നോർമലി നമ്മളിപ്പോൾ വേറെ കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് കാർഡായിരിക്കും പ്രൈമറി കാർഡ്, ബാക്കിയെല്ലാം നമ്മുടെ എന്താ പറയുക അഡീഷണൽ കാർഡ് എന്ന് പറഞ്ഞാൽ വരിക. അപ്പോൾ അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഷെയർ ലിമിറ്റ് ആയിരിക്കും കിട്ടുക. അതായത് നമുക്ക് ആ ഫസ്റ്റ് കിട്ടിയ ലിമിറ്റ് തന്നെ ആയിരിക്കും ഇതിലേക്കും വരിക. അതായത് 3 കാർഡും കൂടിയിട്ട് ടോട്ടലായിരിക്കും ആ ലിമിറ്റ്. അപ്പോൾ ഈ SBIയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം സെപ്പറേറ്റ് പ്രൈമറി കാർഡ്സ് ആയിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ഗുണം വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റ് കിട്ടും. അപ്പോൾ ഇപ്പോൾ എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫസ്റ്റ് കിട്ടിയത് ക്യാഷ് ബാക്ക് കാർഡാണ്. ക്യാഷ് ബാക്ക് കാർഡിൽ എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 lakh അപ്പോൾ ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കിട്ടിയത് സിംപിളി ക്ലിക്ക് ആയിരുന്നു. അത് കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 മാസം ആയിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിപ്പോൾ ഈ ഓഫർ വന്നത് ഇത് നമ്മുടെ SBIയുടെ ആപ്പിൽ തന്നെ ഓഫർ വന്നത്. നമ്മൾ കുറേ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ ഓഫർ വന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊരു റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് കയറി അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് ഒരു മെയിൻ ലെറ്ററും അതുപോലെ തന്നെ 2 ബ്രോഷറും കിട്ടിയിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മുടെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നായിട്ട് നോർമലി SBIയുടെ കാർഡിൻ്റെ കൂടെ വരുന്ന ഒരു സംഭവം തന്നെയാണ്. അത് നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. നമ്മുടെ CVV ഷെയർ ചെയ്ത് 1 ടൈം പാസ്വേഡ് ഷെയർ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കിട്ടുന്നതാണ് നമ്മുടെ മോണിറ്റർ ഓഫ് ആവറായി നമ്മുടെ സാംസങ്ങിൻ്റെ. ഇതിൻ്റെ ഇപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നോക്കി പോട്ടെ. നിങ്ങളൊരു 20 to 30 റേഞ്ചിൽ ഒരു ബെസ്റ്റ് 32 ഇഞ്ചിൻ്റെ മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ മോണിറ്ററാണ്. ഇത് സ്മാർട്ട് മോണിറ്ററാണ്. നമുക്ക് TV ആയിട്ട് ഉപയോഗിക്കാം. നല്ല സാധനമുണ്ട്. ഗെയിമിങ്ങിനൊക്കെ ഉപയോഗിക്കാം. ഞാൻ ഗെയിമിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഗെയിമിംഗ് ചാനൽ, നമ്മുടെ 2ാം ചാനൽ നമ്മൾ ഗെയിമിംഗ് ഇടുന്നുണ്ട്. അപ്പോൾ ഗെയിമിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. 𝗵𝗰𝗲 26 ചാനലിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ കൂടെ കിട്ടുന്ന വേറൊരു ബ്രോഷർ. ഇത് നമ്മുടെ SBIയുടെ BPCL SBIയുടെ കാർഡിൻ്റെ ഒരു ബ്രോഷർ തന്നെയാണ്. അപ്പോൾ ഞാൻ അടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിക്കോട്ടെ. നമ്മുടെ ലൈറ്റ് ഒന്ന് മാറട്ടെ. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ പടം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിവ് യുവർ ഫ്യൂവൽ സ്പെൻഡ് സം എക്സ്ട്രാ മൈലേജ് അവർ കൊടുത്തിട്ടുണ്ട്. വിത്ത് 4.25 സേവിങ്സ് ഓൺ ഫ്യൂവൽ സ്പെൻഡ്. അതായത് 4.2% എക്സ്ട്രാ പെർസെൻറ്റേജ് സേവിങ്സ് കിട്ടുന്നതാണ് നമ്മൾ ഇവർ പറയുന്നത്. നോർമലി ഇത് ശരിക്കും അങ്ങനെയല്ല. 4.25 നമുക്ക് 1% സർചാർജ് കൂട്ടിയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ നോർമലി നോക്കുകയാണെങ്കിൽ 3.25% ആണ് നമുക്ക് റിവാർഡ് പോയിന്റ് ആയിട്ട് കിട്ടുക നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്കാൻ QR കോഡ് ടു അസസ് മെമ്പർഷിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് റിവാർഡ് പോയിന്റ് വർത്ത് ₹500 വെൽക്കം ബെനിഫിറ്റ്. അതായത് നമ്മൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 500 രൂപയുടെ അതായത് 2000 റിവാർഡ് പോയിന്റ്സ് നമുക്ക് നമ്മുടെ കാർഡിൽ കയറും. അതായത് നമുക്ക് വേറെ റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിലേക്ക് കയറും. അതുപോലെ തന്നെ 13x റിവാർഡ് പോയിന്റ്സ് ഇൻ ഓൺ ഫ്യൂവൽ സ്പെൻഡ് അറ്റ് BPCL. അതായത് നിങ്ങൾ BPCLൻ്റെ പമ്പിൽ പെട്രോൾ അടിക്കുമ്പോൾ നമുക്ക് 13x റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക. അതായത് 4.25% ആണ് അവർ കൺവേർട്ട് ചെയ്യുമ്പോൾ വരിക. പിന്നെ നിങ്ങൾക്ക് 5x റിവാർഡ് പോയിന്റ് ഓൺ സ്പെൻഡ് ഓൺ അതായത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറീസ്, ഡൈനിങ്, മൂവീസിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 രൂപയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 5x റിവാർഡ് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ.
പിന്നെ നമുക്ക് നമുക്ക് അവൈൽ ഇൻസ്റ്റാ റിഡപ്ഷൻ നമുക്ക് നമ്മുടെ ഈ പോയിന്റ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ BPCLന്റെ പമ്പിൽ നമുക്ക് വേണമെങ്കിൽ റിഡീം ചെയ്യാൻ പറ്റും കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ BPCL പമ്പിലും നമുക്ക് ഇതിൻ്റെ പോയിന്റ്സ് കൊണ്ട് നമുക്ക് കാർഡ് റിഡീം ചെയ്യാൻ പറ്റും. എങ്ങനെ വെച്ചാൽ നമ്മുടെ കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ കാണിക്കും, നമ്മുടെ അതിൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കും. നിങ്ങൾ നോർമലി നമ്മുടെ നമ്മുടെ നോർമൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെയ്യുമ്പോൾ അവർ നമ്മുടെ പോയിന്റ്സ് കൊണ്ട് റിഡീം ചെയ്യണമെന്നൊക്കെ ചോദിക്കാനായിട്ടില്ലേ, അത് സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വെൽക്കം ലെറ്ററാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ കാർഡ് എടുത്ത് കാണിക്കാം. ഇതെനിക്ക് വന്നത് വിസ വേരിയൻ്റ് ആണ്. ഞാൻ ആക്ച്വലി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ റൂപ്പേ വേരിയൻ്റ് കാർഡായിരിക്കും എന്നാണ് പറഞ്ഞത്, പക്ഷേ വന്നേക്കുന്നത് നമുക്ക് വിസ വേരിയൻ്റ് ആണ്. ഞാൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് തട്ടെ. ഇവർക്ക് ശരിക്കും ഈ ക്യാഷ് ബാക്ക് കാർഡ് പോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡ് സുഖമായിട്ട് കാണിക്കാം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമില്ല. അതാണ് നമ്മുടെ BPCL കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഡീറ്റെയിൽസ് നല്ല കൊടുത്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. NFC സപ്പോർട്ടുള്ള കാർഡ് തന്നെയാണ്. പിന്നെ നമുക്ക് വിസ കാർഡാണ്. അപ്പോൾ വിസ കാർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ വിസ പ്ലാറ്റിനം കാർഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്ടോബർ തൊട്ട് പുതിയ റൂൾ വരുന്നുണ്ട്, നമ്മുടെ RBIയുടെ റൂൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ റൂപ്പേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റൂപ്പയിലേക്ക് മാറ്റാം. ഒക്ടോബർ തൊട്ട് പിന്നെ എല്ലാ ബാങ്കും ആ റൂള് സമ്മതിക്കേണ്ടതാണ്. ഇപ്പോൾ കുറേ ബാങ്കുകളൊക്കെ സമ്മതിക്കുന്നുണ്ട്, പക്ഷേ ചില ബാങ്കുകൾ പറയേണ്ട അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊക്കെ പറയേണ്ടവർ. അപ്പോൾ നിങ്ങൾ ഒക്ടോബർ തൊട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാർഡ് മാറ്റിക്കാം. അപ്പോൾ ഇത്രയുള്ള സംഭവം. നമ്മുടെ പിന്നെ ഈ ലെറ്ററും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പേജിൽ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വന്നിട്ടുണ്ട്, കണ്ടോ. BPCLന്റെ ഡു നോട്ട് ഷെയർ യുവർ കാർഡ് ഓൺലൈനിൽ എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, പിന്നെ എങ്ങനെ ഞാൻ പിന്നെ കോൾ ചെയ്യാൻ ഒരു ആപ്പിൽ നിന്ന് തന്നെ ചെയ്തു കിട്ടാം. അപ്പോൾ ദിസ് കാർഡ് റിക്വയർ എ പിൻ ടു യൂസ് ഫോളോ ട്രാൻസാക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരോ വന്നിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് പ്രൈമറി കാർഡായിട്ട് നമുക്ക് കിട്ടിക്കുന്നത്. നമുക്ക് ക്യാഷ് ലിമിറ്റ് കിട്ടിക്കുന്നത് 15,000 ആണ്. ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിക്കുന്നത് നമുക്ക് 60,000 ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റ് ഇവർക്ക് ആക്ച്വലി ഓൺലൈൻ സംഭവമൊന്നും വന്നിട്ടില്ല. നോർമലി RBIയുടെ റൂൾ പ്രകാരം നമുക്ക് 6 മാസത്തിൽ ഒരിക്കൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ജനറേഷൻ ഡേറ്റ് മാറ്റാൻ പറ്റും. പക്ഷേ അത് ഇവരുടെ ആപ്പിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ അവരത് എനേബിൾ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ശരിക്കും വേണമെങ്കിൽ അത് RBIയിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. എന്താ വെച്ചാൽ നമുക്ക് ICICI ബാങ്കിൻ്റെ ഒക്കെ ആപ്പിൽ പോയിട്ട് നമുക്ക് സുഖമായിട്ട് മാറ്റാം. അപ്പോൾ ഇവരത് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. എൻ്റെ എല്ലാ SBI കാർഡും 3-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ അത് മാറ്റാൻ നോക്കിയിട്ട് മുമ്പ് വരെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു സില്ലി റീസണാണത്. ഞാൻ പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യുന്ന പിന്നാലെ പോകണ്ടല്ലോ വെച്ചിട്ട് ചെയ്യാനായിട്ടൊന്നും. ശരിക്കും വേണമെങ്കിൽ RBIയുടെ റൂളിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. RBI ഓംബുഡ്സ്മാനിലേക്ക് ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. 2ാം ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത കാണാം. ബൈ.